ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോപ്കോൺ ആയിട്ടാണ്. പോപ്കോൺ എങ്ങനെ നമുക്ക് വീട്ടിൽ വെറും ഒരു 2 മിനിറ്റിന് താഴെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും, ഇതുപോലെ ഒരു പാൻ ആണെങ്കിലും അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സിനിമ തിയേറ്ററിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ഒത്തിരി പൈസ കൊടുത്തുനിന്ന് പോപ്കോൺ ഒന്നും മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പോപ്കോൺ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുക. നാട്ടിൽ ചിലപ്പോൾ പോപ്കോൺ സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. അത് ഉണങ്ങിയ ചോളം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിന് മുന്നേ ആദ്യം ഒരു പാൻ, ഞാൻ ആദ്യം 2 മെത്തേഡിൽ കാണിക്കാം. ആദ്യം ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പം ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ഓയിൽ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പാത്രത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ പാത്രം ഒന്ന് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ഇനി പോപ്കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പോപ്കോണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1-2 നുള്ള മഞ്ഞൾപ്പൊടി. അത് നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പോപ്കോണിന് ഒരു പ്രത്യേക ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, തനി വെള്ളയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ ഉണങ്ങിയ ചോളം അല്ലെങ്കിൽ പോപ്കോൺ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പോളം ഉള്ള പോപ്കോണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തുനിന്ന് നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 5-6 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇതൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉടനെ തന്നെ നമുക്കിതിൻ്റെ മൂടിക വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഇനി പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, പെടപെടപെടേന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ കുറച്ച് സമയം അത് അതിൻ്റെ ഒരു സൗണ്ട് പൊട്ടിത്തീരുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാനിതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം, എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് വരാമെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുക്കുന്ന പാത്രം നല്ല വലിപ്പമുള്ള പാത്രമായിരിക്കണം. കാരണം ഇതൊന്ന് പൊട്ടി ഒന്ന് വിരിയാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കണം. അപ്പോൾ അത്രയും വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഇവിടെ പൊട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വേറൊന്നും പൊട്ടുന്ന ശബ്ദം കേൾക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. നമ്മുടെ മുല്ലപ്പൂ മുട്ട് പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്, നിറഞ്ഞ് വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. ഇനി ഇതൊരു സോൾട്ടഡ് പോപ്കോൺ ആണ് കേട്ടോ. ഇത് തന്നെ പല രീതിയിലും ഉണ്ടാക്കാം. നമുക്കിതൊരു കാരമൽ ആയിട്ടുള്ള ഒരു പോപ്കോൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാം, നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മാത്രം. കാരണം അതിന് കുറച്ചും കൂടെ ഒരു ഒരൊറ്റ സ്റ്റെപ്പ് കൂടുതൽ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ സമയത്ത്, ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ കിട്ടുന്ന അതേ പോപ്കോൺ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഈ ഒരു പോപ്കോണിന് ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയ പോപ്കോൺ വെറും ഒരു കപ്പിൽ, അതായത് 200 ml മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതേ പോപ്കോൺ തന്നെ നമുക്ക് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞ് കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞ് കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 കപ്പോളമുള്ള ചോളം അല്ലെങ്കിൽ പോപ്കോൺ സീഡോ അല്ലെങ്കിൽ ചോളം ഉണങ്ങിയതെന്നൊക്കെ പറയാം. അപ്പോൾ അത് ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ കുക്കർ കറക്റ്റ് പാകം അല്ലാണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ വെയിറ്റ് ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ കുക്കറിൻ്റെ ആ ഒരു റബ്ബറിൻ്റെ ഇതും കൂടെ നമ്മളതൊന്ന് മാറ്റണം. ഇത് രണ്ടും നമുക്ക് വേണ്ട. നമുക്കിതിൻ്റെ
ഈ ഒരു എന്താ വിസിലും വേണ്ട, റബ്ബറിൻ്റെ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ച് ഇതൊന്ന് ഈ ഒരു പാത്രം ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്ത പോലെ തന്നെ വേറെ ഒരു വ്യത്യാസമില്ല. കുക്കറിൻ്റെ ഇത് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ അതാ ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ, അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മുടെ ഒരു പാൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ആവണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ 2 മെത്തേഡ് കാണിച്ചത്. ആദ്യത്തെ മെത്തേഡിൽ ഞാൻ എണ്ണയിലേക്ക് നേരിട്ട് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് ചോളമാണ്. അപ്പോൾ ഉണങ്ങിയ ചോളം. അപ്പോൾ ഈ ചോളം ചേർത്തിട്ട് പിന്നീടാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 or 2 നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. ചില ആൾക്കാർ മുളക് പൊടി ചേർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവർ ചേർക്കുക. ചില ആൾക്കാർ കുരുമുളക് പൊടി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ എരിവുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉപ്പിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് പൊട്ടി വരുന്നത് കാണാം. 1 or 2 പൊട്ടാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഉടനെ തന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഇതായപ്പോൾ ഒരെണ്ണം പൊട്ടി. ഇനി ഒരെണ്ണം പൊട്ടി തുടങ്ങി പിന്നെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് അടച്ച് നമുക്കിത് വെക്കാം. എന്നിട്ട് ഇതിന് സമയമൊന്നുമില്ല, 1 മിനിറ്റ് പോലും വേണ്ടാന്നാണ്. ഇപ്പോൾ ഇത്രയും എനിക്ക് എടുത്തത് 1 മിനിറ്റ് പോലും എടുത്തില്ലായിരുന്നു. നമുക്കിങ്ങനെ പൊട്ടിത്തുടങ്ങും ഒരു സൗണ്ട്. ആ സൗണ്ട് തീരുന്നത് എപ്പോഴാണോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തുറക്കാം, ഉടനടി തന്നെ തുറക്കാവുന്നതാണ്. ഇതാ ഇവിടെ പൊട്ടി തീർന്നിട്ടുണ്ട്. ഞാൻ ഇനി ഈ സമയത്ത് കുക്കറൊന്ന് തുറക്കാണ്. നമുക്ക് ഉടനടി കുക്കർ തുറക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. ഇതാ നമ്മുടെ പോപ്കോൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ആ 1/4 കപ്പ് മാത്രം എടുത്തത് കൊണ്ടാണ് അത് ഒത്തിരി അങ്ങ് നിറഞ്ഞു പോവാതിരുന്നത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്, 1/4 കപ്പ് എന്നുള്ളത് കറക്റ്റാണ്. ആ ഇച്ചിരി പോന്നിട്ടുള്ള ആ ഒരു ചോളത്തിൽ നിന്നാണ് നമുക്ക് ഇത്രയും പൂ പോലെയുള്ള ഈ ഒരു പോപ്കോൺ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ടോ പ്ലേറ്റിനകത്തോട്ടോ ഒന്ന് മാറ്റാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. ഞാനിത് കേൾപ്പിക്കാം ഇത് എത്രമാത്രം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഇതാ കേട്ടില്ലേ, അത്രയും ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പോപ്കോൺ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇനി എന്നും പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ചോളമൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സിനിമ തിയേറ്ററിൽ പോകുമ്പോഴും ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോഴും ഒത്തിരി വില കൂടിയിട്ടുള്ളത് പോലത്തെ പോപ്കോൺ ഒന്നും മേടിക്കാൻ നിൽക്കേണ്ട. നമ്മുടെ വീട്ടിൽ നിസ്സാര ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.